ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സൺഡേ എടുത്ത വ്ളോഗാണ്. അപ്പോൾ സമയം ഇതാ നോക്കി 4:15 ആയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ നീച്ചിട്ട് അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തല്ല കേട്ടോ, കാടാമ്പുഴയ്ക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. കാടാമ്പുഴ ദേവീ ക്ഷേത്രത്തിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്മയും ഏട്ടൻ്റെ മോളും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 3:30 ആയപ്പോഴത്തേന് നീച്ചിട്ടുണ്ട്. അമ്മ 3 മണിക്ക് നീച്ചിട്ടുണ്ട്. നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ റെഡിയാക്കി പോവുകയാണ് കേട്ടോ. ഒരു 4:45 ആയപ്പോഴത്തേന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. അതാണ് ഇത്ര നേരത്തെ പോണത്. പിന്നെ ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ടേ നല്ല തിരക്ക് തന്നെയാവും. അപ്പോൾ പിന്നെ നേരത്തെ പോവാൻ വിചാരിച്ചു. പിന്നെ അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മുട്ടിറക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ മുട്ടിറക്കും വേണം. അപ്പോൾ നല്ല തിരക്കാവും മുട്ടിറക്കാനൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ നേരത്തെ നീച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ പോണ വഴിയിലൊക്കെ നല്ല കോട മൂടി നിൽക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ അടുത്തൊന്നും അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ വർഷങ്ങളായില്ലേ, പിന്നെ പോയിട്ടൊന്നുമില്ല. പോകണമെന്ന് അങ്ങനെ കരുതും, പക്ഷേ അങ്ങോട്ട് പറ്റലില്ലായിരുന്നല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഒത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് പോയപ്പോൾ അന്ന് അവിടുന്ന് സമൃദ്ധ സുനിലിനെയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊന്നും പറ്റിയില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. അടുത്ത് നിന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഈ തള്ള് പറയണേ എന്നൊക്കെ പറയുന്നോട്, പക്ഷേ തള്ളൊന്നല്ല കേട്ടോ, സത്യമാണ്. കണ്ടിരുന്നു, സംസാരിച്ചു. പിന്നെ അതാ ഞങ്ങളൊരു 6:45 ആയപ്പോഴത്തേന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനും അമ്മയും അച്ഛയും കൂടെ ചീട്ടെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. എൻ്റെ അമ്മയും അതുപോലെ തന്നെ ഏട്ടൻ്റെ അച്ഛനുമാണ് കേട്ടോ പോന്നിട്ടുള്ളത്. ഏട്ടൻ്റെ അമ്മ പോന്നിട്ടില്ല. അമ്മയ്ക്ക് പിന്നെ ഇവിടെ അമ്പലത്തിൽ അച്ഛൻ്റെ പേർക്ക് വേറെ വഴിപാടൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലൊരു കയറി താമസം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടേ. പിന്നെ വണ്ടിയിൽ സ്ഥലമില്ല, അതുമാണ്. ഇപ്പോൾ ലച്ചുമോളൊക്കെ വലിയ കുട്ടിയായതുകൊണ്ട് വണ്ടിയിൽ വെച്ച് ഇരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു സംഭവം കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ കാല് കഴുകി കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളം എപ്പോഴും അതിലിങ്ങനെ വെള്ളം ഉണ്ടാകും. വെള്ളം ഫിൽട്ടർ ചെയ്ത് പോകുന്നുണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ എന്താ ഞങ്ങൾ വരിയിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. മുട്ടിറക്കാനുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഇരിക്കാനൊന്നും ഉള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ നിൽക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ എന്തൊക്കെയോ പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എനിക്കറിയില്ല, കാരണം കുറേ അതിൽ വന്നിട്ട് മാറ്റങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ സമയം ഇരുന്നു കേട്ടോ. മുട്ടിറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, അതൊക്കെ അങ്ങനെ ഓരോ ലൈനായിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ് കേട്ടോ. അന്ന് ഉള്ളിൽ വല്ലാതെ തിരക്കുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്കാണെങ്കിൽ പിന്നെ ഞങ്ങളെ വരീൻ്റെ അടുത്തായപ്പോഴത്തേന് നട അടച്ചു കിട്ടും. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നിൽക്കേണ്ടി വന്നു. പിന്നെ 10 മണിക്കാണ് നട തുറന്നിട്ടാണ് ഞങ്ങളൊക്കെ മുട്ടർത്ത് പോയത് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ വരി നിൽക്കുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഇങ്ങനെ കാപ്പിയൊക്കെ കൊണ്ടു തരുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു സഹായമുണ്ട്. കാരണം രാവിലെ ഒന്നും കഴിക്കാതെയൊക്കെ പോരുന്നതാവൂലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കാപ്പി കൊണ്ടു കൊടുക്കും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇതേമാതിരത്തെ പ്രസാദം വാങ്ങിയിരുന്നു കേട്ടോ. അതൊക്കെ മക്കളിങ്ങനെ കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് ശേഷമാണ് ഞങ്ങൾ തന്നെ ഇറങ്ങിയത്. ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കേട്ടോ. അപ്പോഴും ഉണ്ട് ആൾക്കാർ, കുറേ വണ്ടികളൊക്കെ കണ്ടോ. പിന്നെ ഈ നേരത്തും ഉണ്ട് ഇങ്ങോട്ട് വരുന്നു കേട്ടോ, കുറേ ആൾക്കാരുണ്ട് വരുന്നു. അപ്പം നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ സൺഡേ ആയതുകൊണ്ടേ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ കുറച്ച് ഉപ്പുമാവൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് കുറച്ച് കടലക്കറി മേടിച്ചുകൊണ്ട് വന്ന വെറുതെ കഴിക്കണ്ടല്ലോ പറഞ്ഞിട്ട് ഏട്ടൻ 2 കടലക്കറിയും കൂടെ കൊണ്ടുവന്നു. ഉപ്പുമാവൊക്കെ പൊതിഞ്ഞ് അതേപോലെ തന്നെ കുപ്പിയിൽ ചായയും വെള്ളവും ഒക്കെ ആക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കും കൂടെ പോകണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ വേഗം കഴിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറുണ്ണാനൊന്നും നിന്നിട്ടില്ല. ചോറുണ്ണാനൊക്കെ 11 മണി 11:30 ആകുമ്പോഴത്തേന് ചോറ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി കേട്ടോ. പിന്നെ ഏട്ടന് അന്നൊരു കല്യാണം ഉണ്ട്, അപ്പോൾ അതിനും പോകണം. മഞ്ചേരിയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത് പോണത് പിന്നെ അമ്മായിൻ്റെ മോള് പ്രസവിച്ചടക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, പാങ്ങ് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കാടാമ്പുഴ അടുത്താണ് അവിടെ. ഇപ്പോൾ 46 ദിവസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അപ്പോൾ പിന്നെ
കുട്ടീനെ കൂടി കണ്ടിട്ട് അങ്ങനെ പോവാമെന്ന് കരുതിട്ടോ. അപ്പോൾ ചേച്ചിക്ക് ജോലിയൊക്കെ ഉണ്ട്. ചേച്ചി കളക്ടർ PA ആണ് കേട്ടോ. ഏട്ടന് പിന്നെ ഗൾഫിലായിരുന്നു. ഏട്ടപ്പം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ കുഞ്ഞുവാവയ്ക്ക് ഡ്രസ്സൊക്കെ വാങ്ങി. അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിലാണ് കയറിയത് കേട്ടോ. അവിടുന്ന് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അവർക്ക് വലിയൊരു മോളും കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ച് ബേക്കറി കാര്യങ്ങളും അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ കല്യാണത്തിന് വന്നതാട്ടോ, പിന്നെ വന്നിട്ടില്ല. അത് പിന്നെ കുറേ ദൂരമായതുകൊണ്ട് പിന്നെ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അമ്മായി ഇവിടെ നിൽക്കലാണ് കേട്ടോ ചേച്ചീൻ്റെ അടുത്ത്. അപ്പോൾ അമ്മായി ഞങ്ങൾക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളവിടെ എത്തി, വീട്ടിലൊക്കെ എത്തി. ഇതാ കുഞ്ഞുവാവ കിടക്കുന്നു കേട്ടോ. അവനിങ്ങനെ ഉറങ്ങുകയായിരുന്നു. അതുവരെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു 11:30 ആയപ്പോഴത്തേന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഉറങ്ങണ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ചേച്ചീൻ്റെ വലിയ മോൾ കേട്ടോ, ശ്രീകുട്ടി. അവളിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ചായയൊക്കെ കുടിച്ചു. അമ്മായി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചതെന്ന് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ഞങ്ങളവിടെ ഓൾറെഡി ചായ കുടിച്ച് പോരുകയാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ 2ാമത്തെ ചേച്ചിയാണ് കേട്ടോ. അവർക്കും തന്നെ ജോലി ഉണ്ടായിരുന്നു, കോടതിയിലായിരുന്നു. ഇപ്പോൾ റിട്ടയർഡൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചീനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞുമാവേനെ ഇങ്ങനെ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പേടി, കാരണം ചെറിയ മക്കളാവുമ്പോഴേ ഇതൊന്നും ഉറച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഒരു പേടി കേട്ടോ. കാരണം നമ്മളിപ്പോൾ 3 ആളെ വളർത്തി ഉണ്ടാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അപ്പോൾ ഒരു കയ്യവേറെ എന്തൊക്കെയാണല്ലോ. എന്തായാലും അങ്ങനെ ഉറക്കം ശരിയാവാത്തതുകൊണ്ടേ ഭയങ്കര വാശിയാട്ടേന്നു കേട്ടോ. പിന്നെന്താ ജിത്തേട്ടന് അപ്പോഴത്തേന് പോയിട്ട് കുറച്ച് ബിരിയാണിയൊക്കെ മേടിച്ചിടുന്നു. ഞങ്ങൾ കല്യാണം ഉണ്ട് പറഞ്ഞ് പോകാൻ നിന്നപ്പോഴത്തേനുണ്ട് കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, കാരണം അപ്പോഴല്ലേ ചായ കുടിച്ചത്. പിന്നെ ചേച്ചീൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ചേച്ചി പിന്നെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം പ്രസവിച്ചെടുക്കല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഏട്ടന് കല്യാണത്തിനും കൂടെ പോകാനുള്ളതല്ലേ. പിന്നെ കല്യാണത്തിന് പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചി ഹസ്ബൻഡും. മറ്റേത് നമ്മുടെ കളക്ടർ സാറാണ്, VR വിനോദ് സാറ്. അപ്പോൾ സാറ് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ എടുത്ത ഫോട്ടോസാട്ടോ. പിന്നെ മറ്റേത് അമ്മായി മാമനും കേട്ടോ. പിന്നെ ഞാൻ തമിഴിൽ പറഞ്ഞ പോലെ പരാതികളൊന്നും പറയാനൊന്നും അല്ല കേട്ടോ. കുട്ടീനെ കാണാനായിട്ടാണ് പോയത്. ഞങ്ങൾ വിശേഷങ്ങളൊക്കെ കുറേ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയറും ചെയ്യണേ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്